നമുക്കിന്ന് ഈന്തപ്പഴം കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ സിമ്പിളായതുമായ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 12 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം ഈ പുഡിങ്ങിൽ നമ്മൾ അരച്ച് ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഈന്തപ്പഴം നമ്മളെപ്പോഴും കഴുകിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്ത് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഈന്തപ്പഴം നമുക്കിനി ഒരു അരക്കപ്പ് പാലിലൊഴിച്ച് ഇതൊന്ന് കുതിരാൻ വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഈന്തപ്പഴം മിക്സിയിൽ അരയ്ക്കാൻ എളുപ്പമായിരിക്കും. 2 കപ്പ് പാലാണ് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിൽ നിന്ന് അരക്കപ്പ് പാലാണ് ഞാനിപ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ അകത്തോട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഒരു 15 മിനിറ്റ് കുതിർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അഗാർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് വേണം. ഇത് ചൈന ഗ്രാസിൻ്റെ സ്ട്രിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കതൊരു കത്രിക കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ പാത്രത്തിലോട്ട് ഇടാം. ഇതൊരു അരക്കപ്പ് ചൈന ഗ്രാസാണ് ഇതിനു വേണ്ടി വേണ്ടത്. പിന്നെ അതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇതൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ച് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് അതിലോട്ട് ഈ സോക്ക് ചെയ്ത ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുക. അല്പം വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ തീ കുറച്ച് വെച്ച് അതൊന്ന് മെൽറ്റ് ആകട്ടെ. ആ സമയത്ത് നമുക്ക് പുഡിംഗ് മിക്സ് ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാലാണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് അരക്കപ്പ് നേരത്തെ ഈന്തപ്പഴം കുതിർക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഈ പാത്രം അടുപ്പത്ത് വെക്കാം. വേറൊരു അടുപ്പിൽ ഞാൻ ചൈന ഗ്രാസ് മെൽറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് മധുരത്തിന് വേണ്ടി ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. കണ്ടൻസ് മിൽക്ക് മാത്രമേ ഉള്ളൂ ചേർക്കുന്നത്. പിന്നെ ഈന്തപ്പഴത്തിനും നല്ല മധുരമുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അന്നേരം തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഇപ്പോൾ നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ പുഡിങ് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് ഈന്തപ്പഴത്തിൻ്റെ ചെറിയ തരിയൊക്കെ കിടപ്പുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് അരിച്ചൊഴിക്കാം. ഇത് ഞാനിപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ ഇരുന്ന് തന്നെ അത് സെറ്റാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് ഒഴിച്ചിരിക്കുകയാണ്. നന്നായിട്ട് നമുക്കൊന്ന് ഈ അരിപ്പയിൽ ഇളക്കി കൊടുക്കുക. അതിൽ ചൈന ഗ്രാസിൻ്റെ എന്തെങ്കിലും മെൽറ്റാകാനുണ്ടെങ്കിൽ അതും ഇതിൽ കൂടെ നമുക്ക് അരിച്ച് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിൽ ഒഴിച്ചാണ് ഇത് സെറ്റാകാൻ വെക്കുന്നത് അതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ ബോൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇത് ഞാൻ ഒഴിക്കുവാണ്. സെറ്റാകാൻ വേണ്ടി ഇത് വെക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ ഈ സിലിക്കൺ മോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. അതിലോട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തണുത്ത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊരു 2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയതുമായ ഈന്തപ്പഴം പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.